മക്കളെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ കുട്ടികൾ ഇപ്പോൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇനി ഇത്ര ദിവസമല്ലേ ഉള്ളൂ, ഇതൊക്കെ പഠിച്ചെടുക്കണമെങ്കിൽ ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത്രയും സമയം പോരാ, ഇനി കുറച്ചും കൂടെ സമയം വേണം. അതിന് പലരും ചെയ്യുന്നൊരു കാര്യമാണ് ഉറക്കത്തിന് കോംപ്രമൈസ് ചെയ്യുക. അതായത് ഉറക്കം ഒഴിച്ചിരുന്ന് പഠിക്കുക. ചിലപ്പം അത്രയും കാലം 6 മണിക്കൂർ അല്ലെങ്കിൽ 5.5 മണിക്കൂർ ഉറങ്ങിക്കൊണ്ടിരുന്ന കുട്ടി ഇനി അത് 4 മണിക്കൂർ 3 മണിക്കൂർ എന്നിട്ട് 2 മണിക്കൂർ വരെ ആക്കാനൊക്കെ തീരുമാനം എടുക്കുന്നത്. ചില സീനിയേഴ്സിനോട് ചോദിക്കുമ്പോൾ ചില ആൾക്കാർ അവസാനത്തെ ചിലപ്പോൾ 2-3 ദിവസം ഇടയ്ക്കൊക്കെ എടുത്തേക്കുന്ന പോലെയുള്ള ചില തീരുമാനങ്ങൾ പറയുകയാണ് ഞാൻ 2 മണിക്കൂറാണ് പഠിച്ചതെന്നൊക്കെ. എല്ലാവർക്കും ഇത് ഓക്കെ ആയിക്കൊള്ളണം എന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ തെറ്റായി പോകും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സ്കോർ വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഇനിയും നമുക്ക് അങ്ങോട്ടേക്ക് 10-35 ദിവസങ്ങൾ ബാക്കിയുണ്ട്. ഈ സമയം നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ബ്രെയിനിന് റെസ്റ്റ് വേണം, നല്ല ഭക്ഷണവും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏറ്റവും നല്ലത് സ്കോർ ചെയ്യാൻ പറ്റൂ. അതല്ലാന്നാണെങ്കിൽ ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്നും നീറ്റ് എക്സാം ആകുമ്പോൾ നമുക്ക് ഓർമ്മയില്ലാതെ പോകും. അപ്പോൾ അതുകൊണ്ട് മക്കളെ ഉറങ്ങിയിട്ടുള്ള പഠിത്തം മതി, ഉറങ്ങാതെയുള്ള പഠിത്തം ഒന്നും വേണ്ട.